എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ നഗരസഭ ബജറ്റിന് മുന്നോടിയായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. കെ.ടി. ജലീൽ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭ 2025-26 വർഷത്തെ പദ്ധതിക്ക് രൂപം നൽകുന്നതിനാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ജനകീയ ആസൂത്രണം നടപ്പിലാക്കപ്പെട്ടതോടുകൂടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വികസന കാര്യങ്ങളിൽ പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉളവായത്. അതിനു മുൻപ് വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുമെങ്കിലും ആ ഫണ്ട് കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകുകയും ആ ഫണ്ടിൻ്റെ വിനിയോഗം എങ്ങനെയാവണമെന്ന് പ്രാദേശിക തലത്തിൽ തീരുമാനിക്കുകയും ചെയ്യണം. ഗ്രാമസഭകളാണ് തദ്ദേശ സ്ഥാപന ഫണ്ട് വിനിയോഗത്തിൻ്റെ അടിസ്ഥാന തീരുമാന ഘടകം എന്ന് ജനകീയാസൂത്രണത്തോടുകൂടി പ്രചാരം നേടി. അങ്ങനെ നമ്മളുടെ സംസ്ഥാനത്തെ ഗ്രാമാന്തരങ്ങളിൽ ഗ്രാമസഭകൾ തങ്ങളുടെ പ്രദേശത്ത് എന്തു വേണം എന്ന് തീരുമാനിച്ചു. ഗ്രാമസഭകളുടെ തീരുമാനത്തിനനുസൃതമായി വികസന രേഖകൾ തയ്യാറാക്കപ്പെട്ടു. അതോടുകൂടി ജനകീയ വികസന കാഴ്ചപ്പാടും നയവും നാട്ടിൻപുറങ്ങളിൽ നടപ്പിലായി. ഒരുപക്ഷെ ലോകത്ത് തന്നെ ജനകീയ ആസൂത്രണ പദ്ധതി ഒരു മാതൃകയാണ്. വികേന്ദ്രീകൃത ആസൂത്രണം ഏതൊരു നാടിൻ്റെയും പ്രാദേശിക വികസനത്തിന് അനിവാര്യമാണ്. ബാലൻസ്ഡായ പുരോഗതി സാധ്യമാകാൻ ജനങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭ 2025-26 വർഷത്തെ പദ്ധതിക്ക് രൂപം നൽകുന്നതിനാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന വാർഷിക പദ്ധതിയാണിത്. തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് മുൻഗണന നൽകുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകും. അവരുടെ അതിജീവന ആവശ്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ പരിരക്ഷ, വിവിധ ആവശ്യങ്ങൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൈക്രോ പ്ലാൻ തയ്യാറാക്കും. ചെറുകിട വ്യവസായം, കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങിയ മേഖലകളിലെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനായി നവീന ആശയങ്ങൾ നടപ്പാക്കും. ചെറുകിട വ്യവസായ മേഖലയിൽ വളർച്ച കൊണ്ടുവരും. എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ തുടർച്ചയ്ക്കായുള്ള തൊഴിൽ ലഭ്യമാക്കൽ, സംരംഭക പ്രവർത്തനങ്ങൾ എന്നിവ ഏറ്റെടുക്കും. റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും. പാലിയേറ്റീവ് രംഗത്ത് വിപുലമായ ജനകീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തും. നിലമ്പൂരിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സൈറ്റുകൾ വികസിപ്പിക്കും. ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് പ്രാധാന്യം നൽകി പൊതു ശൗചാലയങ്ങൾ ശക്തിപ്പെടുത്തും. വികസന സെമിനാറിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM ബഷീർ, കക്കാടൻ റഹീം, സ്കറിയ കിനാന്തോപ്പിൽ, UK ബിന്ദു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K അരുൺകുമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പരുന്തൻ നൌഷാദ്, MA വിറ്റാജ്, ജോർജ് K ആന്റണി, N വേലിക്കുട്ടി, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബു, ഫാദർ തോമസ് ചാപ്രത്ത്, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. എ+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്,
ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.